എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് MCQs ആണ്. 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില യൂണിവേഴ്സിറ്റികളിൽ ഈ മാസം അവസാനമുണ്ട്, ചില യൂണിവേഴ്സിറ്റികളിൽ അടുത്ത മാസമാണ്, മറ്റു ചില സ്ഥലങ്ങളിൽ ഡിസംബറിലാണ് എക്സാം. അപ്പൊ നമ്മുടെ 6th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 3 സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത് അല്ലെ. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 പേപ്പറിലും ആദ്യമായിട്ടാണ് നിങ്ങളുടെ എക്സാമിന് 3 പേപ്പർ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇതുവരെയുള്ള എക്സാമിനെല്ലാം 2 ദിവസത്തെ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ 6ാമത്തെ സെം എത്തുമ്പോൾ 3 പേപ്പറാണ് നിങ്ങൾക്കുള്ളത്. അതിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ദിവസത്തെ എക്സാം. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ദിവസത്തെ എക്സാം, പിന്നെ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പോ ഈ 3 പേപ്പറിലും ഉള്ള സ്കോർ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ MCQ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. വളരെ പെട്ടെന്ന് നമുക്കൊരു 10-12 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ MCQ എന്ന് പറയുന്നത് അല്ലെ. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളിലും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിലും ഒക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എസ് എ ഒക്കെ നിങ്ങൾ എഴുതുമ്പോൾ അവിടെ 15 മാർക്കിന് 12 മാർക്ക് നിങ്ങൾ കിട്ടണമെങ്കിൽ അവിടെ 7-8 പേപ്പർ കൃത്യമായിട്ട് അവിടെ എഴുതി ഫില്ല് ചെയ്ത് കറക്റ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ 12 മാർക്കെങ്കിലും ഔട്ട് ഓഫ് 15 നിങ്ങൾക്ക് ഒരു 12 മാർക്സ് എങ്കിലും കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള 12 വേർഡ്സ് മാത്രം എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് 12 മാർക്ക് കിട്ടുകയാണ്. സോ വിച്ച് ഈസ് മോർ ഗുഡ്? MCQ ഈസ് മോർ ഗുഡ് ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആർക്കാണ് ഈ ഒരു MCQ നന്നായിട്ട് എഴുതാൻ പറ്റുക? ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ലാസ്റ്റ് മിനിറ്റിൽ ഷോർട്ട് നോട്ട്സുകളിലോട്ട് പോകുന്ന ഒരു ടെൻഡൻസിയാണ്. വളരെ കുറച്ച് കുട്ടികളാണ് തറവായിട്ട് ആദ്യം മുതലേ നന്നായിട്ട് ഓരോ ചാപ്റ്റേഴ്സും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കേട്ടും വായിച്ചും ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചും പഠിക്കുക. അപ്പോൾ ഈ MCQ ആർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ആരാണോ തറവായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു പഠിക്കുന്നത് അവർക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് വായിച്ചു പഠിക്കുന്നത് അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഈ MCQs. അപ്പൊ നിങ്ങളുടെ 75 മാർക്കിൽ 12 മാർക്കും വരുന്നത് MCQ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു സെഷനിലൂടെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ, അതായത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ, അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള ചാപ്റ്ററിന്റെ കുറച്ച് MCQs ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് MCQ വായിക്കും, ആ ഓരോ MCQന്റെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഒപ്പം അതിന്റെ റൈറ്റ് ആൻസർ ഏതാണെന്നും പറഞ്ഞു തരും, എങ്ങനെയാണ് അതിൽ എത്തിച്ചേർന്നതെന്നും പറയും. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഫസ്റ്റ് സെം മുതൽ 7th സെം വരെയുള്ള സെമസ്റ്റർ വരെയുള്ള എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ കൊടുത്തു വരുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും ഞങ്ങൾ കൊടുത്തു വരുന്നു. ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം ക്ലീൻലി ക്ലാസ്സുകളെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. മെന്റൽ ഹെൽത്ത് നഴ്സിംഗിന്റെ കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞു. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഒരു റിവിഷൻ സെഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു റിവിഷന്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നത്, ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs നമ്മുടെ ഈ ഒരു യൂട്യൂബ് സെഷനിലൂടെ തന്നെ ഞാൻ നിങ്ങളോടായിട്ട് പങ്കുവെക്കുകയാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ മനസ്സിലാക്കി കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓൾറെഡി നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. ട്യൂഷനിലുള്ള കുട്ടികൾക്ക് ക്ലാസ്സും നോട്ട്സും കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് 15 മാർക്കിന്, 5 മാർക്കിന്, 2 മാർക്കിന്, 1 മാർക്കിനൊക്കെ വരാം, ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ തന്നിരിക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 99% ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെയായിരിക്കും. ഇതുവരെ അതിൽ നിന്ന് പുറമെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി വന്നാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം, അതിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തറവായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി തന്നിരിക്കുന്നത്. സോ go through that question, make sure you are studying all these topics. എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്, ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകുന്നില്ല. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇനി ടൈം വേസ്റ്റ് ആക്കരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കംപ്ലീറ്റ് ദീസ് ടോപ്പിക്സ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങളുടെ എക്സാം നന്നായിട്ട് എഴുതണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കണ്ടന്റ്, പഠിക്കേണ്ട മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കും,
അതിന്റെ ഓപ്ഷൻസ് വായിക്കും. നിങ്ങളും എനിക്കൊപ്പം തന്നെ ഇതിന്റെ ആൻസറുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക. ആ കമന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത് ഞാൻ പറയുന്ന റൈറ്റ് ആൻസർ എന്താണെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. Which of the following is a criterion for mental health? മെന്റലി ഹെൽത്തി ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഇത് നമ്മള് ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രീവാണി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതും അത് ബേസ് ചെയ്തിട്ടാണ് ആൻസറും തയ്യാറാക്കിയിരിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ എല്ലാവരും റെഫർ ചെയ്യുന്നത് ആ ശ്രീവാണി മാമിന്റെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ പഠിച്ചു വരുന്നത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ഇവിടെയും MCQസും ഈ ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെന്റലി ഹെൽത്ത്, നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ എന്താണ് മെന്റൽ ഹെൽത്ത്, എന്താണ് മെന്റൽ ഹൈജീന്, ആരാണ് നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെന്റലി ഹെൽത്ത് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അവരുടെ ക്രൈറ്റീരിയാസ്, മെന്റൽ ഹെൽത്തിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ താഴെ പറയുന്നതിൽ ഏത് ക്രൈറ്റീരിയ ആണ് മെന്റൽ ഹെൽത്തിന് വരുന്നത്? ഓപ്ഷൻ എ എഫിഷ്യൻസി ഇൻ വർക്ക് ആൻഡ് പ്ലേ ആണോ, ഡിസ്റ്റർബൻസസ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റി ആണോ, ഏബിൾ ടു പെർഫോം ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡന്റ്ലി ആണോ, പേഴ്സണൽ ഇൻസെക്യൂരിറ്റി ആണോ? അതായത് നമുക്ക് പണി ചെയ്യാനും നമുക്ക് കളിക്കാനും നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ കഴിവ്, അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ എഫിഷ്യൻസി ഇൻ വർക്ക് ആൻഡ് പ്ലേ ആണ്. ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയൻ ഓഫ് മെന്റൽ ഹെൽത്ത്. ഇവിടെ നോക്കൂ, അതെങ്ങനെ നമുക്ക് ആൻസർ കിട്ടി? ആർ ശ്രീവാണി മാമിന്റെ സെക്രട്ടറിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആൻസർ കീ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ക്രൈറ്റീരിയ ഫോർ മെന്റൽ ഹെൽത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ അഡിക്വേറ്റ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി, സെക്കൻഡ് വൺ കൺട്രോൾ ഓഫ് തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻ, തേർഡ് വൺ എഫിഷ്യൻസി ഇൻ വർക്ക് ആൻഡ് പ്ലേ, ഇതാണ് നമ്മുടെ ആൻസർ. ഫോർത്ത് വൺ സോഷ്യൽ അക്സെപ്റ്റൻസ്, ഫിഫ്ത് വൺ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്, സിക്സ്ത് വൺ എ ഹെൽത്തി ഇമോഷണൽ ലൈഫ്. ദീസ് ആർ ദ ക്രൈറ്റീരിയാസ് ഫോർ മെന്റൽ ഹെൽത്ത്. യാഥാർത്ഥ്യത്തിനെ അവിടെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോവുക, നമ്മുടെ ചിന്തകളും സങ്കല്പങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുക, വർക്ക് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ള എഫിഷ്യൻസി, സോഷ്യലി സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, സെൽഫ് കോൺസെപ്റ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുക, ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ലൈഫ് ഉണ്ടായിരിക്കുക. ദെൻ യു ആർ എ മെന്റലി ഹെൽത്തി പേഴ്സൺ. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, എഫിഷ്യൻസി ഇൻ വർക്ക് ആൻഡ് പ്ലേ. ഇതുപോലെയുള്ള പോയിന്റ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ? സെയിം, മെന്റലി ഹെൽത്തി പേഴ്സന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഓപ്ഷൻ എ എബിലിറ്റി ടു പെർഫോം ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡന്റ്ലി. സെക്കൻഡ് ഓപ്ഷൻ എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓപ്ഷൻ സി ഫീലിംഗ് സെക്യൂർ. ഓപ്ഷൻ ഡി ചേഞ്ചസ് ഇൻ ബിഹേവിയർ. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ജീവിച്ചു വന്നിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയാം. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി. ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഇതും ഞാൻ ശ്രീവാണി ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് എടുത്തത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ, ഇത് 5 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ്, എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതുക. അത് ഇതുപോലെ കാണാതെ പഠിച്ച് എഴുതണമെന്നുമില്ല, ഈ അർത്ഥം മനസ്സിലാക്കി ആ അർത്ഥം നിങ്ങൾ വരുന്ന സെന്റൻസുകൾ അവിടെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഹി ഹാസ് ആൻ എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്, ഇതാണ് നമ്മുടെ ആൻസർ. അതുപോലെ ഹി ഹാസ് എ സെൻസ് ഓഫ് പേഴ്സണൽ വർത്ത്, ഫീൽസ് വർത്ത് വെയിൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ഞാൻ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് എടുത്തു കൊടുത്ത ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും. ക്ലാസ് കണ്ടിട്ടില്ലാത്ത, ട്യൂഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ഹി സോൾവ്സ് ഹിസ് പ്രോബ്ലംസ് ലാർജ്ലി ബൈ ഹിസ് ഓൺ എഫേർട്ട് ആൻഡ് മേക്ക് ഹിസ് ഓൺ ഡിസിഷൻസ്. Next portion, he has a sense of personal security and feels secure in a group, shows understanding of other people's problems and motives. Next one, he has a sense of responsibility, he can give and accept love, he lives in a world of reality rather than fantasy,
He shows emotional maturity in his behavior and develops a capacity to tolerate frustration and disappointments in his daily life. He has developed a philosophy of life that gives meaning and purpose to his daily activities. He has a variety of interests and generally lives a well-balanced life of work, rest and recreation. So these are the main characteristics of mentally healthy person. So correct option B, ability to make adjustment. Third question, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോർപ്രൊമസൈൻ ഡ്രഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. എന്താണ് ക്ലോർപ്രൊമസൈൻ, എന്താണ് അതിന്റെ ആക്ഷൻ, ഏത് കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നു, എത്ര ഡോസ് കൊടുക്കുന്നു, അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ആ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ റോൾ ഓഫ് നഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൈക്കോ ഫാർമക്കോളജി എന്നുള്ള ചാപ്റ്റർ പഠിപ്പിച്ചത്. ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിൽ സൈക്കോ ഫാർമക്കോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നതാണ്. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഇൻ സൈക്യാട്രി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആ ഡ്രഗ്സിന്റെ എഫക്റ്റുകളെ കുറിച്ചോ മെക്കാനിസം ഓഫ് ആക്ഷനെ കുറിച്ചോ സൈഡ് എഫക്ട്സിനെ കുറിച്ചോ പ്രിക്കോഷൻസിനെ കുറിച്ചോ ഒന്നും പഠിക്കാനില്ല. പകരം നമുക്ക് ആ ഡ്രഗ് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആദ്യമായിട്ട് സൈക്യാട്രി ഫീൽഡിൽ ഇത് എന്ന് വന്നു. ഓപ്ഷൻ എ 1942, ഓപ്ഷൻ ബി 1952, ഓപ്ഷൻ സി 1962, ഓപ്ഷൻ ഡി 1972. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ക്ലോർപ്രൊമസൈൻ. ഹിസ്റ്ററി ഓഫ് സൈക്യാട്രി പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഇത് അറിയാമായിരിക്കും. ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇവിടെ നിങ്ങൾ പഠിച്ചോളൂ. കറക്റ്റ് ഓപ്ഷൻ എപ്പോഴാണ്? 1952. ക്ലോർപ്രൊമസൈൻ ഡ്രഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1952. 1952 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹിസ്റ്ററി ആക്ച്വലി 5 മാർക്കിനോ 10 മാർക്കിനോ എസ്ഐക്ക് അങ്ങനെ ചോദിക്കാറില്ല. വളരെ റെയർ ആയിട്ട് 1-2 തവണ ഹിസ്റ്ററി ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ അത്രയും അത് പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ ചിലപ്പോൾ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അതുകൊണ്ട് ആ ഒരു മൈൽ സ്റ്റോൺസ് മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇവിടെ നോക്കൂ, 1773 ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ US ബിൽഡ് ചെയ്തത്. എവിടെയാണ്? വില്യംസ്ബർഗ്, വിർജീനിയയിലാണ് ആദ്യത്തെ മെന്റൽ ഹോസ്പിറ്റൽ US നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് 1793 ഫിലിപ്പെ പൈനൽ റിമൂവ് ദ ചെയിൻ ഫ്രം mentally ill patients confined in Bicêtre, a hospital outside Paris, thus bringing about the first revolution in psychiatry. പണ്ട് മാനസിക രോഗികളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെന്റലി ഇൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അവർ ചങ്ങലയ്ക്ക് ഇട്ട് പൂട്ടി വെക്കുന്ന ഒരു പ്രവണതയായിരുന്നു. അത് മാറ്റിയത്, ആ ഒരു രീതി മാറ്റിക്കൊണ്ട് 1793. നെക്സ്റ്റ് 1812 ഫസ്റ്റ് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി വാസ് റിട്ടൺ ബൈ ബെഞ്ചമിൻ റഷ്, അതായത് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ റഷ് ആണ് ആദ്യമായിട്ട് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി എന്നുള്ള ഒരു ബുക്ക് എഴുതിയത്. സോ അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ആദ്യത്തെ മെന്റൽ ഹോസ്പിറ്റൽ വന്നത് എവിടെയാണ്? US ഏത് വർഷമായിരുന്നു? 1773. അത് കഴിഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ബെഞ്ചമിൻ റഷ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻവെൻഷൻ ആണ് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി. ഫസ്റ്റ് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി എഴുതിയത് ബെഞ്ചമിൻ റഷ് ആണ് 1812. നെക്സ്റ്റ് 1908 ക്ലിഫോർഡ് ബിയേഴ്സ്, an ex-patient of a mental hospital, wrote the book The Mind That Found Itself. മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ഒരു പേഷ്യന്റ് ആയിരുന്ന ക്ലിഫോർഡ് ബിയേഴ്സ് സ്വന്തമായിട്ട് ആ ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിലെ ബിറ്റർ എക്സ്പീരിയൻസസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പേരെന്താണ്? ദ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് യൂജിൻ ബ്ലൂറർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വ്യക്തിയാണ്. സ്കിസോഫ്രീനിയ എന്നുള്ള ടേം കണ്ടുപിടിച്ച അല്ലെങ്കിൽ രൂപം കൊടുത്ത യൂജിൻ ബ്ലൂറൽ എന്നുള്ള സ്വിസ് സൈക്യാട്രിസ്റ്റ് 1912 ഈ ഒരു സ്കിസോഫ്രീനിയ എന്നുള്ള പേര് കൊണ്ടുവന്നത്. സ്കിസോഫ്രീനിയ 15 മാർക്കിന് ചോദിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് ഇന്ത്യൻ ലൂനസി ആക്ട്. ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ടിന് മുന്നേ ഉള്ള ഇന്ത്യൻ ലൂണസി ആക്ട് എന്നായിരുന്നു രൂപം കൊണ്ടത്? 1912. നെക്സ്റ്റ് ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ സ്കിസോഫ്രീനിയ എപ്പോഴായിരുന്നു? 1927. 1936 ഫ്രണ്ടൽ ലോബോട്ടമി was advocated for the management of psychiatric disorders. Next ECT, psychosis disorders ECT യൂസ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? 1939.
38. Development of psychoanalytical theory by Sigmund Freud lead to new concepts in the treatment of mental illness. അതെപ്പോഴായിരുന്നു? 1939. സോ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് 1946 ബോർ കമ്മിറ്റി, ഇത് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ പഠിച്ചിട്ടുള്ളതാണ്. ബോർ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അത് പ്രകാരം മെന്റൽ ഹെൽത്ത് സർവീസസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് 1949 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ലിത്തിയം ഇറ്റ്സ് എ ഡ്രഗ് യൂസ്ഡ് ഫോർ മൂഡ് ഡിസോർഡേഴ്സ്, യൂസ്ഡ് ഫോർ the treatment of mania in 1949. നെക്സ്റ്റ് പോയിന്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ളത് 1952 ക്ലോർപ്രമസൈൻ was introduced, which brought about a revolution in the psychopharmacology and changed the whole picture of mental health care. 1963 Community Mental Health Centers Act was passed. 1970 slow and steady reduction of bed in custodial institutions, growth in general hospital psychiatric units, outpatient services was started. So here what are the points important? Lithium കൊണ്ടുവന്ന 1949, ക്ലോർപ്രമസിൻ കൊണ്ടുവന്ന 1952. അപ്പൊ ഇത് രണ്ട് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Who wrote the book The Mind That Found Itself? ഇത് ഓൾറെഡി നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. The Mind That Found Itself, ഈ ബുക്ക് ആര് എഴുതിയതാണ്? ക്ലിഫോർഡ് ബിയേഴ്സ് ആണോ, ലിൻഡ റിച്ചാർഡ്സ് ആണോ, മാക്സ്വെൽ ജോൺസ് ആണോ, ഫിലിപ്പെ പൈനൽ ആണോ? കറക്റ്റ് ഓപ്ഷൻ ക്ലിഫോർഡ് ബിയേഴ്സ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞ പോയിന്റ് 1908 ക്ലിഫോർഡ് ബിയേഴ്സ് ആണ്. അതായത് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യന്റ് ആയിരുന്ന ക്ലിഫോർഡ് ബിയേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായ ബിറ്റർ എക്സ്പീരിയൻസസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു ബുക്ക് എഴുതി. അതാണ് ദ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, who is the first psychiatric nurse? It's very important question. ആരാണ് സൈക്കാട്രിക് നഴ്സ്, ആദ്യത്തെ സൈക്കാട്രിക് നഴ്സ്? ഹിൽഡെഗാർഡ് പെപ്ലോ ആണോ, ബെറ്റി ന്യൂമാൻ ആണോ, ലിൻഡ റിച്ചാർഡ്സ് ആണോ, ഫ്ലോറൻസ് നൈറ്റിംഗൽ ആണോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കറക്റ്റ് ഓപ്ഷൻ ലിൻഡ റിച്ചാർഡ്സ്. എവിടെയാണ് നോക്കാം, ഇതും മൈൽ സ്റ്റോൺസ് തന്നെ വരുന്ന പോയിന്റ് ആണ്. 1840 Florence Nightingale made an attempt to meet the needs of psychiatric patients with the proper hygiene, better food, light, ventilation and use of drugs to chemically restrain violent and aggressive patient. ഫ്ലോറൻസ് നൈറ്റിംഗൽ 1840 സൈക്യാട്രിക് പേഷ്യൻസിന്റെ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവർക്ക് പ്രോപ്പർ ഫുഡ് കൊടുക്കുന്നതിനെ കുറിച്ചും പ്രോപ്പർ ലൈറ്റിംഗ് കൊടുക്കുന്നതിനെ കുറിച്ചും വെന്റിലേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചും വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡ്രഗ്സ്, കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും അവിടെ മുന്നോട്ട് കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. 1872 ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഫോർ നഴ്സസ് based on Nightingale system was established by the New England Hospital for Women and Children in US. Linda Richards, the first nurse to graduate from one-year course, developed 12 training schools in the US. ലിൻഡ റിച്ചാർഡ്സ് ആണ് ആ ഒരു ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പാസ്സായി വന്ന ഗ്രാജുവേറ്റ് ഫസ്റ്റ് നഴ്സ്. അവിടുത്തെ ഫസ്റ്റ് ഗ്രാജുവേറ്റഡ് നഴ്സ് എന്ന് പറയുന്നത് ലിൻഡ റിച്ചാർഡ്സ് ആണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലിൻഡ റിച്ചാർഡ്സ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി? ആരാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി കൊണ്ടുവന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി 5 മാർക്കിന് ചോദിക്കാം. മാക്സ്വെൽ ജോൺസ് ആണോ, ഫിലിപ്പെ പൈനൽ ആണോ, ബെഞ്ചമിൻ റഷ് ആണോ, ബ്ലൂലർ ആണോ? കറക്റ്റ് ഓപ്ഷൻ മാക്സ്വെൽ ജോൺസ്. ആരാണ് ആ ഒരു വേർഡ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് മാക്സ്വെൽ ജോൺസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒതുങ്ങുന്നതല്ല കെയർ എന്ന് പറയുന്നത്. ഈ കെയർ നമ്മുടെ ഓരോരുത്തരും വീട്, നമ്മുടെ കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇവിടെ എല്ലാം തുടങ്ങണം, അവിടെയും ഉൾപ്പെടണം, അവരും ഉൾപ്പെടണം, എന്നാലേ കെയർ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നും തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? മാക്സ്വെൽ ജോൺസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് MCQന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്. ഓൾറെഡി നമ്മൾ എടുത്ത തിയറി ക്ലാസ്സസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് സിലബസ്
വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തറവായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്റർ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ അവൈലബിൾ ആയിരിക്കും. എത്ര തവണ വേണമെങ്കിലും എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം. ക്ലാസ്സും നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസർ മാക്സ്വെൽ ജോൺസ് ആണ്. ആ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന ഹിസ്റ്ററി പോയിന്റ് ഇവിടെയുണ്ട്. 1953 മാക്സ്വെൽ ജോൺസ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 7th ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇൻക്ലൂഡഡ് സൈക്യാട്രിക് നഴ്സിംഗ് ആസ് എ കമ്പൽസറി കോഴ്സ് ഇൻ BSc നഴ്സിംഗ് പ്രോഗ്രാം. നമ്മുടെ 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാമിൽ കമ്പൽസറി ആയിട്ട് സൈക്യാട്രിക് നഴ്സിംഗ് എന്നുള്ളൊരു സബ്ജക്ട്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ളൊരു സബ്ജക്ട് വേണം എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തുന്നത്, സിലബസിൽ ഉൾപ്പെടുത്തുന്നത് ഏതു വർഷമാണ്? 1945-ലാണോ, 47-ലാണോ, 52-ലാണോ, 65-ലാണോ? കറക്റ്റ് ഓപ്ഷൻ 1965. 1965-ലാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സൈക്യാട്രിക് നഴ്സിംഗ് ഒരു കമ്പൽസറി കോഴ്സ് അല്ലെങ്കിൽ അതൊരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് BSc നഴ്സിംഗ് പ്രോഗ്രാമിൽ ആഡ് ചെയ്യുന്നത്. 1965, the Indian Nursing Council included psychiatric nursing as a compulsory course in BSc nursing program. Next, 8th question. The Indian Nursing Council is included psychiatric nursing subject as a component of general nursing. അതായത് നമ്മുടെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM എന്നുള്ള 3 വർഷത്തെ 3 ഇയറിന്റെ ഡിപ്ലോമ കോഴ്സിലും സൈക്യാട്രി വേണമെന്ന് തീരുമാനിച്ചത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിൽ കമ്പൽസറി ആയിട്ട് ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? 1956-ലാണോ, 65-ലാണോ, 74-ലാണോ, 86-ലാണോ? കറക്റ്റ് ഓപ്ഷൻ 1986 ആണ്. BScയിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആഡ് ചെയ്ത് 1965-ഉം GNMൽ ആഡ് ചെയ്തത് 1986. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് നമ്മൾ പഠിക്കുന്ന ഒരു കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ്, സൈക്യാട്രിക് നഴ്സസിന്റെ ഒരു കൂട്ടായ്മ, അതിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആദ്യമായിട്ട് ഏത് വർഷമാണ് ഇത് ഫോം ചെയ്തത്? 1986-ലാണോ, 89-ലാണോ, 91-ലാണോ, 95-ലാണോ? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 1991. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് ഫോംഡ് ഇൻ ദ ഇയർ ഓഫ് 1991. ഓരോ പോയിന്റും നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ ഹിസ്റ്ററിയുടെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് എവിടെയാണ് ഫോം ചെയ്തത്? ഇറ്റ് ഫോംഡ് അറ്റ് നിംഹാൻസ് ഇൻ ബംഗളൂരു. ബാംഗ്ലൂരിലെ നിംഹാൻസ് ഹോസ്പിറ്റലിലാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് ആദ്യമായിട്ട് ഫോം ചെയ്തത്. മറ്റു പോയിന്റ്സുകളും ഉണ്ട്, അതും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നെക്സ്റ്റ് 10th question, another important question. Lithium was first introduced for the treatment of mania. മേനിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ലിത്യം യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴായിരുന്നു? 1938, 49, 52, 55. In which year lithium was first introduced for the treatment of mania? In 1949. ഇവിടെ നോക്കാം, 1949 നമ്മൾ ഓൾറെഡി വായിച്ച പോയിന്റ് ആണ്. ലിത്യം വാസ് ഫസ്റ്റ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മേനിയ. നെക്സ്റ്റ് പോയിന്റ് ECT, ഇതും ഓൾറെഡി നമ്മൾ വായിച്ചതാണ്. ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റ്. ഇത് ആദ്യമായിട്ട് സൈക്കോസിസ് ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്തത് ഏത് വർഷമാണ്? 38 ആണോ, 49 ആണോ, 52 ആണോ, 55 ആണോ? കറക്റ്റ് ഓപ്ഷൻ എപ്പോഴാണ്? 1938. നിങ്ങൾ ഈ ഒരു MCQ വായിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടന്റുകളിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററുകളാണ്. ആ കണ്ടന്റുകളിലൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. ഇന്ന് തന്നെ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തറവായിട്ട് നിങ്ങൾക്ക് ഈ MCQസും പഠിക്കാൻ പറ്റും. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോകാം. 1 by 1 ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ MCQസ് ഞാനിതുപോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 12th question.
A post-certificate course in psychiatric nursing was introduced at NIMHANS, Bengaluru. ഇന്ത്യയിൽ പോസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് സൈക്കാട്രിക് നഴ്സിംഗിന്റെ ഒരു പോസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആദ്യമായിട്ട് നിംഹാൻസിൽ തുടങ്ങിയത് ഏത് വർഷമാണ്? 38-ലാണോ, 49-ലാണോ, 52-ലാണോ, 56-ലാണോ? ഇറ്റ് ഈസ് ഇൻ ദ 1956. 1956, 1-year post certificate course in psychiatric nursing was started at NIMHANS, Bengaluru. Next, the Indian Mental Health Act was passed in the year. It's very important, repeatedly asked question. 1912, 1952, 1980, 1987. Correct option D, 1987 ആണ് ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് പാസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ 2 മാർക്കിന് അതിൽ നിന്നുള്ള ഓരോ കമ്പോണൻസും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. 14th question, the following are the approaches of National Mental Health Program except NMHP, National Mental Health Program. Can be asked for 5 mark or 2 mark or 1 mark. Okay, അപ്പോൾ അതിൽ വരാത്ത അപ്രോച്ച് ഏതാണ്? അതിന് നമുക്ക് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ അപ്രോച്ചസ് അറിയാമായിരിക്കണം, എന്നാലേ അതിൽ വരാത്ത അപ്രോച്ച് ഏതാണെന്നത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ എ, integration of mental health care services in existing general health services. നിലവിലുള്ള ജനറൽ ഹെൽത്ത് സർവീസസിൽ മെന്റൽ ഹെൽത്ത് സർവീസസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അത് ഒന്നാമത്തെ അപ്രോച്ച്. നെക്സ്റ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇറാഡിക്കേഷൻ ഓഫ് സ്റ്റിഗ്മ റിഗാർഡിംഗ് മെന്റൽ ഇൽനസ്. മെന്റൽ ഇൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിഗ്മ ഇല്ലാതാക്കുക. നെക്സ്റ്റ്, ഓപ്ഷൻ സി, യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഹെൽത്ത് സർവീസസ് ടു ഡെലിവർ മെന്റൽ ഹെൽത്ത് കെയർ സർവീസസ്. മെന്റൽ ഹെൽത്ത് കെയർ സർവീസസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂട്ടിലൈസ് ചെയ്യുക. ഓപ്ഷൻ ഡി, ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ടു എക്സിസ്റ്റിംഗ് ഹെൽത്ത് സ്റ്റാഫ് ഇൻ മെന്റൽ ഹെൽത്ത് കെയർ. നിലവിലുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക് മെന്റൽ ഹെൽത്ത് കെയർ കൊടുക്കേണ്ടതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇതിൽ ഏത് അപ്രോച്ചാണ് കറക്റ്റ് അല്ലാത്തത്, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിൽ വരാത്തത്? കറക്റ്റ് ഓപ്ഷൻ, eradication of stigma regarding mental illness is not there in the approaches of NMHP. എന്തൊക്കെയാണ് പലതരത്തിലുള്ള അപ്രോച്ചസ്? ഇന്റഗ്രേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് കെയർ സർവീസസ് വിത്ത് എക്സിസ്റ്റിംഗ് ജനറൽ ഹെൽത്ത് സർവീസസ്, ഇറ്റ്സ് ദെയർ. സെക്കൻഡ് വൺ, യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഓൾസോ ഡെലിവർ ദ മിനിമം മെന്റൽ ഹെൽത്ത് കെയർ സർവീസസ്, അതുണ്ട്. പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ഓറിയന്റഡ് ട്രെയിനിങ് ടു ദ എക്സിസ്റ്റിംഗ് ഹെൽത്ത് സ്റ്റാഫ്, അതുണ്ട്. നെക്സ്റ്റ്, നാലാമത്, ലിങ്കേജ് ഓഫ് മെന്റൽ ഹെൽത്ത് സർവീസസ് വിത്ത് എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത്രയുമാണ് വരുന്നത്. ഇതിലെ ഇറാഡിക്കേഷൻ ഓഫ് സ്റ്റിഗ്മ റിഗാർഡിംഗ് മെന്റൽ ഇൽനസ് ഇസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് NMHP. നെക്സ്റ്റ്, 15th question, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ അപ്രോച്ചസ് ആണെങ്കിൽ അത് ഏത് വർഷമാണ് ഇത് ലോഞ്ച് ചെയ്തത്? 1982-ലാണോ, 1989-ലാണോ, 1995-ലാണോ, 2000-ലാണോ? കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ, 1982. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് by Government of India in 1982. 16th question, the following professionals are a part of the multidisciplinary team. 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് നമ്മുടെ സൈക്കാട്രിയിലെ മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ചേർത്തിട്ട് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്നാൽ ഈ ടീമിൽ വരാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കാട്രി നഴ്സ് ആണോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആണോ, നഴ്സ് മാനേജർ ആണോ? കറക്റ്റ് ഓപ്ഷൻ നഴ്സ് മാനേജർ ആണ്. ഡയറക്ട്ലി മൾട്ടി ഡിസിപ്ലിനറി ടീമിൽ വരുന്നത് ഇതിൽ നഴ്സ് മാനേജർ ഇല്ല. മെന്റലി ഇൽ പേഴ്സണും സൈക്കാട്രിസ്റ്റും സൈക്കാട്രിക് നഴ്സും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും ഡയറ്റീഷ്യനും കൗൺസിലറും ഫാർമസിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇവരെല്ലാമാണ് മെന്റൽ ഹെൽത്ത് ടീം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് അറിയപ്പെടുന്നത്. അത് 5 മാർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നഴ്സ് മാനേജർ ആക്ട് ആസ് എ ഓർ ആൻ, എന്തായിട്ടാണ് നഴ്സ് മാനേജർ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ, അഡ്വക്കേറ്റ് ഫോർ patient. Option B, therapist for family members. Option C, educator for family members. Option D, specialist for patient. Nurse manager act as an advocate for patient.
പേഷ്യൻറ്റിനെ ഡയറക്റ്റ്ലി അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നില്ല. പകരം പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വാദിക്കാൻ, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ നഴ്സ് മാനേജർ ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 18th ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലെവൽ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്. നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസിന്റെ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഴ്സ് പ്രാക്ടീസ് ആക്ട്, നഴ്സസ് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ്, ഓൾ ഓഫ് ദ എബവ്. നഴ്സിംഗ് പ്രാക്ടീസിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദ എബവ്. നഴ്സ് പ്രാക്ടീസ് ആക്ടും നഴ്സസിന്റെ ക്വാളിഫിക്കേഷനും പ്രൊഫഷണൽ പ്രാക്ടീസ് സ്റ്റാൻഡേർഡും ഇതെല്ലാം തന്നെ നഴ്സിംഗ് പ്രാക്ടീസിന്റെ സ്വാധീനിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ സം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലെവൽസ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്. Nurse Practice Act or laws, professional practice standards, educational qualification and experience, healthcare organizations philosophy, self-motivation and personal initiatives. Next, 19th question. Medical model considers the cause of mental disorders as a result of. Medical model പ്രകാരം മെന്റൽ ഡിസോർഡറിന്റെ കാരണം എന്താണ്? ഓർഗാനിക് പെത്തോളജി ഇൻ ദ ബ്രെയിൻ ആണോ, യൂസ് ഓഫ് മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണോ, സ്ട്രിക്റ്റ് സൊസൈറ്റൽ നോംസ് ആണോ, അബ്നോർമൽ കൾച്ചറൽ പ്രാക്ടീസസ് ആണ്? മെഡിക്കൽ മോഡൽ പ്രകാരം മെന്റൽ ഡിസോർഡേഴ്സിന്റെ കോസ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഡിസോർഡർ തന്നെയാണ്. ദാറ്റ് മീൻസ് ശരീരത്തിലെ ഒരു ഓർഗാനിക് പെത്തോളജി, ബ്രെയിനിലുള്ള ഓർഗാനിക് പെത്തോളജിയാണ് മെഡിക്കൽ മോഡൽ പ്രകാരം മെന്റൽ ഡിസോർഡറിന്റെ കോസ് എന്ന് അറിയപ്പെടുന്നത്. സോ ഇവിടെ നമ്മുടെ മെഡിക്കൽ മോഡലിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കൺസിഡേഴ്സ് ഓർഗാനിക് പെത്തോളജി as the definite cause for mental disorders. ഓർഗാനിക് പെത്തോളജിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം. According to this model, abnormal people are the ones who have disturbances in thought, perception, psychomotor activities. The normal are the ones who are free from these disturbances. ആർക്കൊക്കെയാണോ ചിന്തയിലും പെർസെപ്ഷനിലും സൈക്കോമോട്ടർ ആക്ടിവിറ്റികളിലും ഒക്കെ പ്രോബ്ലം ഉള്ളത് അവർക്ക് അവിടെ സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടെന്നും ആ ഡിസ്റ്റർബൻസ് ഇല്ലാത്തവർ നോർമൽ ആണെന്നുമാണ് മെഡിക്കൽ മോഡല് പറയും. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, ബിഹേവിയറൽ മോഡൽ കൺസിഡേഴ്സ് ദ കോസ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഓർഗാനിക് പെത്തോളജി, യൂസ് ഓഫ് മാലഡാപ്റ്റീവ് ബിഹേവിയർ, സ്ട്രിക്റ്റ് സൊസൈറ്റൽ നോംസ്, അബ്നോർമൽ കൾച്ചറൽ പ്രാക്ടീസസ്. ബിഹേവിയർ മോഡൽ പ്രകാരം യൂസ് ഓഫ് മാലഡാപ്റ്റീവ് ബിഹേവിയർ ഈസ് ദ കോസ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ബിഹേവിയർ മോഡൽ, that is behavior is adaptive, is normal, maladaptive is abnormal. ബിഹേവിയർ അഡാപ്റ്റീവ് ആണെങ്കിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നോർമലും, അഡാപ്റ്റ് ആകുന്നില്ലെങ്കിൽ അത് അബ്നോർമലും. ഫോൾട്ടി ബിഹേവിയർ ഇത് ഏതിലൂടെയാണ് നേടുന്നത്? ഫോൾട്ടി ബിഹേവിയർ ആർ ലേൺ ത്രൂ ലേണിംഗ്, അക്വയർഡ് ത്രൂ ലേണിംഗ്. നെക്സ്റ്റ് 21, ക്വസ്റ്റ്യൻ നമ്പർ 21, the main aim of നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം NMHP-യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ് ആണോ, ക്യൂറിംഗ് ഓഫ് മെന്റൽ ഇൽനെസസ് ആണോ, ഇറാഡിക്കേഷൻ ഓഫ് സ്റ്റിഗ്മ കീ ആണോ, ഫോർമുലേഷൻ ഓഫ് ആക്ട്സ് റിലേറ്റഡ് ടു മെന്റൽ ഇൽനെസ് ആണ്? പ്രധാനപ്പെട്ട എയിം എന്താണ്? പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസസ്. ആർക്കൊക്കെയാണോ മെന്റൽ ഇൽനെസ് ഉള്ളത് അത് ട്രീറ്റ് ചെയ്യുക, ഇനിയുള്ളവർക്ക് മെന്റൽ ഇൽനെസസ് വരാതെ നോക്കുക. ഇത് രണ്ടും നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ മെയിൻ എയിം ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാം എന്തൊക്കെയാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ എയിംസ്. വേണമെങ്കിൽ 2 മാർക്കിൽ ചോദിക്കാം, ലിസ്റ്റ് ഡൗൺ ദ എയിംസ് ഓഫ് NMHP എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം സ്കിസോഫ്രീനിയ വാസ് കോയിൻഡ് ബൈ. ആരാണ് സ്കിസോഫ്രീനിയ എന്നുള്ള ടേം അവിടെ കൊണ്ടുവന്നത്? ഫിലിപ്പെ പൈനലാണോ, വില്യം ടൂക്ക് ആണോ, യൂജീൻ ബ്ലൂറർ ആണോ, ബെഞ്ചമിൻ ബ്രഷ് ആണോ? ഓൾറെഡി ഞാനത് പറഞ്ഞ പോയിന്റ് ആണ്. ഓപ്ഷൻ സി, യൂജീൻ ബ്ലൂറർ ആണ് സ്കിസോഫ്രീനിയ എന്നുള്ള ടേം അവിടെ കൊണ്ടുവന്നത്. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി വായിച്ചു പറഞ്ഞതാണ്. 1912 ഈ ഒരു ടേം കൊണ്ടുവന്നത്. ഇന്ത്യൻ ലൂണസി ആക്ട് കൊണ്ടുവന്നത് 1912. ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെന്റ് സ്കിസോഫ്രീനിയ കൊണ്ടുവന്നത് 1927.
സോ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ടോപ്പിക്കുകളിലൂടെ ഫസ്റ്റ് യൂണിറ്റിന്റെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ന്റെ ഫസ്റ്റ് യൂണിറ്റിലുള്ള 22 ക്വസ്റ്റ്യൻസ് 22 MCQs ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും നമ്മൾ ഇതിലുള്ള MCQസും മറ്റു ചാപ്റ്റേഴ്സിലെ MCQസും കൂടെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, വളരെ കുറച്ച് സമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. 15 ചാപ്റ്ററുകളാണ് നമുക്ക് മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ ടോട്ടലി പഠിക്കാനുള്ളത്. 9 യൂണിറ്റുകളാണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ പഠിക്കാൻ. 9 യൂണിറ്റ് എന്നേ ഉള്ളൂ, പക്ഷെ അത് 9 ഓഷ്യനാണ് അല്ലെ, 9 കടലുകളാണ്. അത്രത്തോളം കണ്ടന്റുകൾ നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിക്കാനുണ്ട്. 18 യൂണിറ്റുകൾ മാനേജ്മെന്റിൽ, നഴ്സിംഗ് മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകുക, പ്ലാൻഡ് ആയിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്, ആരെങ്കിലും ഒന്ന് ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ എനിക്കൊന്ന് ഈസി ആയിട്ട് പഠിക്കാമായിരുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു നമ്പർ, ഓഫീസിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക 88911127 ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഫീസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള 150-150 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ക്ലാസ്സുകളും നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. മെറ്റീരിയൽസിനൊന്നും നിങ്ങൾ മറ്റൊരിടത്തും പോകേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. കേട്ട് കണ്ട് പഠിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം, ട്യൂഷന് ജോയിൻ ചെയ്യാം. ഇല്ലാത്തവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയം നോട്ട്സൊക്കെ കയ്യിൽ കണ്ടെത്തി ഇപ്പോഴേ നന്നായിട്ടിരുന്ന് പഠിക്കുക. മെയിൻ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.